ആരോരുമില്ലാത്ത ഖബറിലാ മുഖം കാണുന്ന നേരത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഖൽബിനുണ്ടാകുന്ന ആനന്ദം എത്രയാണ്. ഹത്താ യറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ബുശ്റാ വഹിയ ബുശ്റാ വഹിയ ബുശ്റാ. ആനന്ദമേ ആനന്ദമേ ആനന്ദമേ. ആറടി മണ്ണിന്റെ താഴെയും ഉമ്മത്താകുന്ന എന്നെ അന്വേഷിച്ചു വരുന്ന ആനന്ദമേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ആരോരുമില്ല, വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, മക്കളില്ലാത്ത ഒരു മനുഷ്യന്റെയും മുഖം കാണാൻ കഴിയാത്ത ഖബറിലും ഞാനാകുന്ന ഉമ്മത്തിന്റെ സ്വാന്തനമായി വരുന്ന മുഖമേ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചവരും പഠിച്ചവരും അറിഞ്ഞവരും എല്ലാം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച ഒരു പുസ്തകത്തെ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മജി ജയിലിലായിരിക്കെ ഒരാൾ അദ്ദേഹത്തിന്റെ കൈകളിൽ കൊണ്ടു കൊടുത്തു. മഹാത്മാവിനോട് തന്റെ തടവറയിലെ സമയങ്ങൾ തള്ളി നീക്കുന്നതിന്റെ ഇടയിൽ വായിക്കാൻ കൊടുക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കാൻ കൊടുക്കുന്ന രചനകൾക്കിടയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരു പുസ്തകം കൂടി മഹാത്മാഗാന്ധിയുടെ കയ്യിലെത്തിയപ്പോ തടവറയിൽ ഇരുന്നു കൊണ്ട് ആ പുസ്തകത്തെ അദ്ദേഹം വായിച്ചു. എന്നു മാത്രമല്ല, മഹാത്മാവിന്റെ ജീവിതം രേഖപ്പെടുത്തിയ ഇടങ്ങളിൽ കാണാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ച് ആ പുസ്തകത്തിന്റെ താളുകൾ തീർന്നു പോകാനായപ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണുകളിൽ നിന്ന് മിഴിനീർ തുള്ളികളിറ്റു വീഴാൻ തുടങ്ങി. ഈ പുസ്തകത്തിന്റെ അവസാന താളുകളിലേക്ക് എത്തുമ്പോൾ സങ്കടപ്പെട്ടു, പ്രയാസം അനുഭവിച്ചു. കൂടെയുള്ള സഹതടവുകാരായ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് സങ്കടപ്പെടുന്നത്? ഈ തടവറയിൽ എനിക്ക് കൂട്ടുകിട്ടിയ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ എനിക്കൊരു മനുഷ്യനെ കാണിച്ചു തന്നു. ആ മനുഷ്യന്റെ ജീവിതത്തെ ഞാൻ വായിക്കുകയായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കെ അതിന്റെ അധ്യായങ്ങൾ തീർന്നു പോകുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അധികം വായിക്കാൻ എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, കൂടുതൽ അറിയാൻ എനിക്ക് മാർഗമുണ്ടായിരുന്നെങ്കിൽ, കൂടുതൽ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്കിനിയും പ്രവാചകനെ വായിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് മഹാത്മാഗാന്ധിയുടെ വർത്തമാനം വന്നത്. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാമനീഷികളിൽ പലരും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി. മനുഷ്യൻ ലോകത്ത് ആർജിച്ചെടുക്കാവുന്ന എല്ലാ പദവികളെയും നിരത്തി വെച്ചിട്ടാണ് ഫ്രഞ്ചുകാരനായ ലമാർട്ടിൻ ചോദിച്ചു വെച്ച ഒരു ചോദ്യം, എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി? ഈ മനുഷ്യനേക്കാൾ മഹോന്നതനായ ഒരാളെ ഈ മഹാപ്രപഞ്ചത്തിന്റെ ചരിത്രമേ നിനക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? വിശാലമായ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തിലാണ് ഈ ചോദ്യം. മനുഷ്യൻ ഈ ഭൂമിയിൽ ഏതെല്ലാം പദവികൾ ഉണ്ടാകുമോ, പ്രബോധകൻ, പ്രഭാഷകൻ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്ന ഇടത്ത് ഈ ചോദ്യം വന്നു. മഹാപ്രപഞ്ചത്തിൽ കഴിഞ്ഞുപോയ മനുഷ്യരെ എല്ലാവരെയും മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ഈ മേഖലകളിലെല്ലാം തന്റെ മുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരാളെ, എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി, ഈ മനുഷ്യനേക്കാൾ മഹോന്നതനായ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ ലോകത്തിന് സാധ്യമാണോ എന്ന് ചോദിച്ചത് മുസ്ലിമായ ഒരു മനുഷ്യനല്ല, മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുല്യമായ ജീവിതത്തെ പഠിച്ചു വെച്ചവരാണ്, നിഷ്പക്ഷമായി തിരുമേനിയെ വായിച്ചവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആംഗലേയ സാഹിത്യങ്ങൾ പറഞ്ഞു വെച്ച മഹാരഥന്മാർ പറഞ്ഞു വെച്ച വർത്തമാനങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ പാതിരാവുകളൊന്നും മതിയാവുകയില്ല. മലയാളക്കരയിലേക്ക് വരൂ, കേരളത്തിൽ അറിയപ്പെട്ട മഹാമനീഷികളുടെ വചനങ്ങൾ എത്രയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ തൊടുന്നത്. ജി ശങ്കരക്കുറുപ്പിന് ദിവ്യപുഷ്പം എന്നൊരു കവിതയുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നാടകങ്ങളാണ് അതിന്റെ പ്രമേയം. മലയാള സാഹിത്യത്തിലെ മുടിചൂടാമന്നനായ വള്ളത്തോളിന്റെ കവിതകളിൽ ഒരു ഭാഗത്തുണ്ട്, ചിരപ്രവിദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, ഫ്രം ദ ഡാർക്ക്നെസ് ടു ദ ലൈറ്റ്. വെളിച്ചത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാൾ, വെളിച്ചത്തിലേക്ക് മനുഷ്യനെ വഴി നടത്താൻ വന്നയാൾ, വെളിച്ചങ്ങളിലേക്ക് കൈപിടിക്കാൻ വന്നയാൾ. ഇങ്ങനെ മലയാളക്കര കണ്ട മഹാമനീഷികൾ പറഞ്ഞു വെച്ച തിരുനബി വർത്തമാനങ്ങൾ എത്രയുണ്ടെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു നിന്ന് തിരുമേനിയുടെ വ്യക്തിത്വം കാണുമ്പോ, പുത്രനൊന്നിതാ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, എന്റെ മകനെ അല്ലാതെ അങ്ങേക്ക് സമർപ്പിക്കാനില്ല. ഉമ്മു സലമയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് പന്മന രാമചന്ദ്രൻ നായരുടെ വരികൾ വന്നത്. പുത്രനൊന്നിതാ, പ്രവാചക പ്രഭുവിന്റെ ചാരത്ത് തന്റെ പുത്രനെ വഴിപാട് സമർപ്പിച്ച ഒരു സ്ത്രീയുടെ ചരിത്രം പറയുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ മലയാള സാഹിത്യത്തിലെ എത്രയോ വലിയ മനുഷ്യർ, ചക്രവാണി വാര്യരെ പോലെ, പന്മന രാമചന്ദ്രൻ മാഷിനെ പോലെ, കേരളം കണ്ട മഹാമനീഷികളുടെ പലരുടെയും വാഴ്ത്തപ്പാട്ടുകൾ പ്രവാചകനെ കുറിച്ചുണ്ട്. എത്രയോ മനുഷ്യരാ തിരുമേനിയെ തൊട്ട് മനോഹരമായ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെയും വർത്തമാനങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനോഹരമായ ജീവിതവും മനോഹരമായ ആവിഷ്കരണങ്ങളുമെല്ലാം ഉണ്ട്. അങ്ങനെ ലോകമറിയപ്പെടുന്ന വലിയ വലിയ മനുഷ്യരുടെ വർത്തമാനങ്ങൾ മുഴുവനും പറയുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെന്ന അത്ഭുതങ്ങളുടെ നേതാവിനെയാണ്, ലോകം കണ്ട അതുല്യനായ വ്യക്തിത്വത്തെയാണ്. അവിടെയാണ് ചില ചരിത്രകാരന്മാർ ചോദിച്ചു വെച്ചത്. പലരുടെയും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആ ചരിത്രത്തിന് ചില പരിമിതികൾ കാണാം. സാമൂഹികമായ ഇടപെടലുകൾ നടത്തിയതിന് ശേഷമുള്ള ചരിത്രങ്ങളെയാണ് പലർക്കും ആവശ്യമുള്ളത്. എന്നാൽ മുഹമ്മദ് നബിയുടെ ചരിത്രം അങ്ങനെയല്ല. അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പേയുള്ള ചരിത്രം ലഭ്യമാണ്, അവരുടെ പിതാക്കന്മാരുടെ ചരിത്രം ലഭ്യമാണ്, അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം ലഭ്യമാണ്, മാതാക്കളുടെ ചരിത്രം ലഭ്യമാണ്, താവഴിയുടെ മുഴുവനും ചരിത്രം ലഭ്യമാണ്. ഇങ്ങനെ തെളിമയുള്ള ചരിത്രമുള്ള ഒരാൾ, ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏകനായ വ്യക്തിത്വം. അതൊരു ടാഗ് ലൈൻ അല്ല, അതൊരു വെറും വർത്തമാനമൊന്നുമല്ല. ചരിത്രത്തിലെ ഏകനായ മനുഷ്യൻ ഒരു സെക്കൻഡ് പോലും പ്രവാചക ജീവിതത്തിൽ നിന്ന് അടയാളപ്പെടുത്താതെ പോയിട്ടില്ല. ലോകം ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പല ആളുകളുടെയും ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ വിശാലമായ വായനയ്ക്ക് നമുക്ക് പരിധിയുണ്ട്. എന്നാൽ നബി ചരിത്രത്തോട് നിങ്ങൾ ചോദിക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വയസ്സിൽ എന്തു ചെയ്യുകയായിരുന്നു? രണ്ടാമത്തെ വയസ്സിൽ അവിടുന്ന് എവിടെയായിരുന്നു? മൂന്നാമത്തെ വയസ്സിൽ അവരോടൊപ്പമുള്ളവരാരായിരുന്നു? നാലാമത്തെ വയസ്സിൽ ആ തിരുനബിയുടെ ചുറ്റുപാടുകളിൽ ഏത് ചരിത്ര സംഭവമാണ് ഉണ്ടായത്? അങ്ങനെ തുടങ്ങി 63 ആണ്ടുകൾ ജീവിച്ചിരുന്നതിൽ നിന്ന് ഒരു മൈക്രോ സെക്കൻഡ് പോലും നഷ്ടമാകാതെ ചരിത്രം രേഖപ്പെടുത്തിയ നേതാവ്. ഒരു വാക്കുകളും നഷ്ടമായിട്ടില്ല, ഒരു വർത്തമാനങ്ങളും നഷ്ടമായിട്ടില്ല, ഒരു അനക്കങ്ങളും നഷ്ടമായിട്ടില്ല, ഒരു അടക്കങ്ങളും നഷ്ടമായിട്ടില്ല. ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രം കണ്ട അതുല്യമായ പ്രവാചകന്റെ പ്രൗഢമായ ചരിത്രത്തിന് അടിവരയിടുകയാണ് ലോകം. ഒരേ ഒരാൾ, ചരിത്രത്തിലെ അതുല്യനായ മനുഷ്യനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഷ്പക്ഷരായ മനുഷ്യരുടെ ഒക്കെയും പ്രവാചകരങ്ങനെയാണ്. ഇത് മദ്ഹുർ റസൂലിന്റെ വേദിയാണ്. നമ്മുടെ ആഘോഷങ്ങൾ തിരുനബി എന്ന സ്നേഹലോകത്തെ തൊട്ടവസാനിക്കുന്ന വേദിയാണ് നമ്മുടെ മദ്ഹുർ റസൂലുകളെല്ലാം. ഇതെല്ലാം വർത്തമാനങ്ങളാണെങ്കിൽ, ബർണാഡ്ഷയുടെ പ്രവാചകൻ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി ആണെങ്കിൽ, ശ്രീനാരായണ ഗുരുവിന്റെ പ്രവാചകൻ കരുണാവാനായ നബി മുത്തുരത്നമാണെങ്കിൽ, ആ വർത്തമാനങ്ങൾക്കെല്ലാം അപ്പുറം നമുക്കൊരു നബിയുണ്ട്. വിശ്വാസികളുടെ പ്രവാചകനാരാണ്? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ആ നേതാവിലൂടെയാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവാധികാരിയായ ഇലാഹിനെ, ഏകനായ റബ്ബിനെ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയല്ല. അയാളുടെ വിശ്വാസം പൂർണ്ണമാകുന്നതോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ ബിലീവറാണെന്ന് പറയാൻ പറ്റില്ല, അവനെ മുഅ്മിനാണെന്ന് വിളിക്കാൻ പറ്റില്ല, അവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. അവൻ വിശ്വസിച്ചേ പറ്റൂ ലോകപ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകപ്രവാചകന്മാരുടെ അവസാന നിരയിലെ അവസാന കണ്ണിയായി വന്ന അള്ളാഹുവിൻ്റെ ദൂതനാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി, ആ കലിമത്തിനെ വിശ്വാസത്തിന്റെ ഭാഗമായി ചേർക്കുമ്പോഴാണ്, ഹൃദയാന്തരങ്ങളിൽ കുറിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്. ആ വിശ്വാസം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉള്ളപ്പോഴാണ് നമ്മളെ മുഅ്മിൻ എന്ന് വിളിക്കുന്നത്. നമ്മളും ആ നേതാവും തമ്മിലുള്ള ബന്ധം എവിടെ നിന്നാരംഭിക്കുന്നതാണ്? ദുനിയാവിൽ നമുക്ക് പലർക്കും പല നേതാക്കന്മാരുണ്ട്. ഇതിന് മോണിറ്ററിന് ഒരു ഇച്ചിരി കൂടെ സൗണ്ട് വെച്ചേരണം. ദുനിയാവിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. റബീഉൽ അവ്വൽ മുതൽ പരിപാടികൾ ഇങ്ങനെയുള്ളതുകൊണ്ട് 2 മണിക്കൂർ സംസാരിക്കുമ്പോൾ അത്രയും കറക്റ്റായിട്ട് മൈക്ക് ശബ്ദം കറക്റ്റ് അല്ലെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ കൂടെ കണ്ണാടിത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് വയലുള്ളത്. യാത്രയും സംസാരവും ഒക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് ശബ്ദം കൃത്യമായി കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്, സദസ്സിനൊന്നും തോന്നരുത്, ക്ഷമിക്കുക. നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ എന്നാണ് കേട്ടു തുടങ്ങിയത്? എൻ്റെ മുമ്പിലിരിക്കുന്ന പല ആളുകളും രാഷ്ട്രീയമായി പല ഐഡിയോളജികൾ സ്വീകരിച്ചവരുണ്ടാകും. നമ്മുടെയൊക്കെ നാടുകൾക്ക് ചില നേതാക്കന്മാരുണ്ടാകും, MLA-മാരുണ്ടാകും, MP-മാരുണ്ടാകും, വാർഡ് മെമ്പർമാരുണ്ടാകും, സാമൂഹിക തലങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് മനുഷ്യർ നമുക്കുണ്ടാവും. അവരെയൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് പക്വമായ ഒരു പ്രായത്തിലെത്തിയതിനു ശേഷമാണ്. എന്നാൽ നമ്മളും നമ്മുടെ നേതാവും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. ഞാനും നിങ്ങളും നേതാവായ തിരുനബിയെ അറിഞ്ഞു തുടങ്ങിയത് നാം ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ സമയത്ത് നമ്മുടെ വലതു കാതുകളിൽ ചൊല്ലിത്തന്ന പേരാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ഉമ്മയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, വാപ്പയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ബന്ധുജനങ്ങളുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ദുനിയാവിലെ ഏതെങ്കിലും ബന്ധങ്ങളെ നാം അറിയുന്നതിന് മുമ്പ് നമ്മുടെ കാതുകൾ കേട്ട പേരാരുടേതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. നമ്മുടെ ഇടതു ചെവിയിലൂടെ ഹൃദയാന്തരങ്ങളിൽ എത്തിയ പേരാരുടേതാണ്? ഇഖാമത്തായി ചൊല്ലിത്തന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ആ നാമം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊളുത്തിവെച്ചത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ശ്വാസം എടുത്തു തുടങ്ങിയ ദിവസമാണ്. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആ പേര് കൊത്തിവെച്ചത് ഉമ്മയെ അറിയുന്നതിന്, വാപ്പയെ അറിയുന്നതിന്, ബന്ധങ്ങളെ അറിയുന്നതിന്, സ്വന്തങ്ങളെ അറിയുന്നതിന് മുന്നെയാണ്. നാം ആ നാമം കേട്ടു തുടങ്ങിയത് നമ്മൾ ജനിച്ചു വീണ ഉടനെയാണ്. അതുകൊണ്ട് ആ നാമം നമ്മുടെ ഹൃദയത്തിലാണ്. ഒരു ചിത്രവും നമ്മൾ കണ്ടിട്ടില്ല, ഒരു ചിത്രീകരണവും കണ്ടിട്ടില്ല, ഒരു കാരിക്കേച്ചറും അനുഭവിച്ചിട്ടില്ല, എവിടെയെങ്കിലും ഒന്ന് കണ്ടതായി വരച്ചിട്ടതായി നാം അറിഞ്ഞിട്ടില്ല. പക്ഷേ എവിടെയാണ് ആ തിരുമേനിയുള്ളത്? വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ഒരു ചിത്രവും ഇല്ലാതെ നമ്മുടെ ഉള്ളിലുള്ളത്. നാം എല്ലാവരും ആ നാമം കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലുന്നത് ആ നബിയോ
നമ്മുടെ എല്ലാവരുടെയും ആരാധനകളിൽ അത്യുത്തമമായ ആരാധന ഏതാണ്? നമ്മുടെ നിസ്കാരമല്ലയോ? ആ നിസ്കാരത്തിനുള്ള വിളി വരുന്നത് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നില്ലയോ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിർത്തികളില്ലാതെ ലോകമാസകലമുള്ള പള്ളി മിനാരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വിളിച്ചു പറയുന്നത് ആരുടെ പേരാണ്? അതിർത്തികളില്ലാതെ ആസകലം മുഴങ്ങി കേൾക്കുന്ന പേരാരുടേതാണ്? ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടേതല്ല, ഒരു നാടിന്റെ രാജാവിൻ്റെതല്ല, ഒരു സമൂഹത്തിന്റെയും ഏതെങ്കിലും സ്ഥാനം അലങ്കരിച്ചിരുന്നവരുടേതൊന്നുമല്ല. അതിർത്തികളില്ലാതെ ലോകമാസകലമുള്ള മിനാരങ്ങളിൽ നിന്ന് ഹൃദയാന്തരങ്ങളിലേക്ക് ഓരോ ദിവസവും 10 തവണ കൃത്യമായി വന്നു ചേരുന്ന ഒരേ ഒരു നാമത്തിന്റെ ഉടമ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനി ഒബ്ജക്ഷൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേര് 10 തവണ ഓരോ ദിവസവും വിളിച്ചു പറയപ്പെടുന്നതിന്റെ ചിത്രമോ ചരിത്രമോ നമ്മൾക്ക് പറയാനില്ല. കാരണം റസൂലുള്ളാന്റെ നാമമല്ലാതെ ലോകത്തിങ്ങനെ ഒഴുകിപ്പരക്കുന്നില്ല. ആ നാമം കേട്ടിട്ടല്ലേ നിസ്കാരത്തിന് നിൽക്കുന്നത്. നിസ്കരിക്കുമ്പോഴോ അല്ലാഹു ആകുന്ന സർവ്വലോകാധികാരിയുടെ മുമ്പിൽ സർവസ്വവും സമർപ്പിച്ച് സുജൂദിലായി വീഴുന്ന നിസ്കാരത്തിന്റെ അവസാനമോ ലോകമാസകലമുള്ള മനുഷ്യരും ചൊല്ലുകയല്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് നിസ്കരിച്ചിട്ട് വന്ന ആളുകളുണ്ട്, ഇശാ നിസ്കരിച്ചിട്ട് വന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹിന് സലാം പറഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത്. ആ അത്തഹിയാത്തിൽ നമ്മൾ അത്തഹിയാത്തിന്റെ പദങ്ങൾ പറഞ്ഞു തീർന്ന ഉടനെ സ്വലാത്തു ചൊല്ലി വന്നവരല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം. ഇത് പറയാതെ നമ്മുടെ നിസ്കാരങ്ങളില്ല. ലോകത്തൊരാളും ഇനി സ്വലാത്ത് ചെല്ലുന്നില്ലെന്ന് കരുതുക. ലോകത്തൊരു മനുഷ്യനും സ്വലാത്ത് ചെല്ലാൻ സമയമില്ലെന്ന് കരുതുക. എന്നാലും ലോകമാസകലമുള്ള മുസ്ലിമീങ്ങൾ നിസ്കരിക്കുമ്പോഴോ അവരുടെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരിക്കും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി. അതുകൊണ്ടാണ് കോടാനകോടി വരുന്ന മനുഷ്യൻ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്ന അല്ലാഹുവിനെ വാഴ്ത്തി പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾക്ക് സലാം പറയും. ഒരാളും അല്ലാതെ സമയം കണ്ടെത്തി സലാം ചൊല്ലുന്നില്ലെങ്കിലും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഇടതടവില്ലാതെ മദീനയിലേക്കൊഴുകും സലാം. മുസ്തഫ ജാൻ റഹ്മത്ത് പേ ലാക്കോ സലാം. ശംഅ ബസ് മേ ഹിദായത്ത് പേ ലാക്കോ സലാം. ആരും സലാം പറഞ്ഞില്ലെങ്കിലും മദീനയിലേക്ക് കോടാനകോടി മനുഷ്യരുടെ സലാം. വിശ്വാസികളായ നാമൊക്കെയും നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ സലാമുകൾ അത് നമ്മുടെ ആരാധനകളുടെ ഭാഗമാണ്. ഇനിയോ ബാങ്കും ഇഖാമത്തുമില്ലാത്ത നിസ്കാരമുണ്ട്. അത് നമ്മുടെയൊക്കെ ജനാസ പള്ളിയിലെത്തുന്ന ദിവസത്തിലെ നിസ്കാരാണ്. നമ്മുടെയൊക്കെ മയ്യിത്ത് പള്ളിയിലെത്തുന്ന ദിവസം നിസ്കരിക്കുന്ന നിസ്കാരം, അതിന് ബാങ്ക് ഉണ്ടാവില്ല, ഇഖാമത്തും ഇല്ല. പക്ഷേ ജനാസ നിസ്കരിക്കാൻ കൈകെട്ടുന്നതിന് മുമ്പ് ഇമാമ് പറഞ്ഞു തരും, ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞ് ഫാത്തിഹ ഓതണം. ശാഫിഈ മദ്ഹബ് അനുസരിച്ചു നിസ്കരിക്കുന്നവർ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞ് സനാഉ ചൊല്ലണം. ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുന്നവർ രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാലോ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു ചൊല്ലണേ.
സാധാരണ തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് മയ്യിത്ത് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞ് ചൊല്ലുകയാണ്. അതിനും ശേഷമാണ് മയ്യിത്തിനുള്ള ദുആ. അല്ലാഹുമ്മഗ്ഫിർ ലഹു വറഹംഹു, അല്ലെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർ ലഹാ വറഹംഹാ. മയ്യിത്തിനെ കിടത്തിയിട്ടും ഫാത്തിഹ ചൊല്ലി റസൂലുള്ളാഹിന് സ്വലാത്തു ചൊല്ലുകയാണ്. ദുനിയാവിൽ ഒരു നേതാവും അനുയായിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമില്ല. ജനിക്കുമ്പോഴും നേതാവിന്റെ നാമമാണ്, മടങ്ങുമ്പോഴും നേതാവിന്റെ നാമധേയമാണ്. ആറടി മണ്ണിലേക്ക് കൊണ്ടുവച്ചാലോ ഇത് മദ്ഹുർ റസൂലിന്റെ വേദിയാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൂരം എത്ര വ്യാപ്തിയുള്ളതാണ് അറിയുമോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് വെച്ചു. ഞാനും നിങ്ങളുമാകുന്ന സമൂഹം, എന്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാം ഈ അവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ അനുഭവിക്കേണ്ടവരാണ്. ഒന്നുകിൽ നമ്മുടെ ജനാസ കായംകുളത്തെ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് വെക്കുന്ന സമയം വരാനുണ്ട്. പുത്തൻതെരുവ് പള്ളിയുടെ, ഷഹീദാറു പള്ളിയുടെ, ഐക്യ ജംഗ്ഷനിലെ മറ്റേതെങ്കിലും ഖബർസ്ഥാനുകളിലേക്ക് നമ്മുടെ ജനാസ വെക്കുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. ആ ദിവസം വന്നു ചേരുമെന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാണെന്നല്ലേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ, എന്നാണെന്നല്ലേ അറിയാത്തതുള്ളൂ. നാളെയാണോ മറ്റന്നാളാണോ അല്ല 2 ദിവസം കഴിഞ്ഞിട്ടാണോന്നേ നമുക്ക് പറയാതെ ഇപ്പൊ ഇങ്ങനെ തള്ളി മുന്നോട്ട് നീക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ജനാസ വെക്കുന്നൊരു സമയം വരും, ആ സമയത്തെ പറഞ്ഞു തരുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനാസ ഖബറിൽ വെച്ചാലോ, ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരുടെ ജനാസകൾ ഖബറിലെത്തുന്ന നേരത്ത് മൂടുകല്ല് വെച്ചിട്ടതിന്റെ സമീപത്തു നിന്ന് പാരായണം ചെയ്യാനുള്ളതൊക്കെ പാരായണം ചെയ്തിട്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ പിരിയുന്ന നേരത്ത് വളരെ വിഹ്വലമായ സമയമാണ്, ഭയാനകമാണ്. ആ നേരം ഖബറിന്റെ താഴത്ത് കിടക്കുന്നയാൾ, അയാൾ അവിടെ അനുഭവിക്കുന്ന തീവ്രമായ വേദനകൾ എത്രയാണ്. ഖബറിന്റെ താഴത്തുള്ളയാൾ ഇതുവരെയും പരിചയമുള്ള ഒരു ശൈലിയല്ല. വെളിച്ചമോ കാണാനില്ല, ഒരു തരിപ്രകാശം വന്നു ചേരാനില്ല. ഇനി ഒരു മനുഷ്യന്റെ മുഖം കാണുമെന്ന പ്രതീക്ഷയില്ല. മക്കളില്ല, കുടുംബമില്ല, ബന്ധുമിത്രാദികളില്ല. കാതുവട്ടം പിടിക്കുമ്പോഴോ ഖബറിന്റെ മേലെ നിന്ന് അവസാനത്തെ ആള് നടന്നു പോകുന്ന ചെരുപ്പടി ശബ്ദം അവൻ കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. അവസാനത്തെ മനുഷ്യനും ഖബറിന്റെ മേലെ നിന്ന് പോവുകയാണെന്നവനറിയും. ഇനി ഞാൻ ഏകനാണ്, തിരിഞ്ഞാൽ മറിഞ്ഞാൽ മണലിന്റെ മണ്ണിന്റെ ഭിത്തികളാണ്, എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ മൂടുകല്ലും പലകകളുമാണ്. ഈ ഇരുളന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. ആ അനുഭവങ്ങളുടെ നടുവിൽ മേലെ ആരൊക്കെയോ കൂട്ടുണ്ടെന്ന് തോന്നി. എന്നാൽ അവസാനത്തെ ആളിന്റെയും ചെരുപ്പിന്റെ ശബ്ദം അവന്റെ കാതിലേക്ക് വന്നു വീഴുന്ന നേരം അവനൊന്നു പെടയും. അല്ലാഹ്, ഇനി എനിക്കാരാണിവിടെ ഉള്ളത്? അവസാനത്തെ മനുഷ്യനും മടങ്ങിയെന്ന് ഞാൻ അറിയുകയാണ്. ഇനി വരാൻ എനിക്ക് മക്കളില്ല, വാപ്പയില്ല, കുടുംബമില്ല, ഭാര്യയില്ല, മനുഷ്യന്റെ മുഖം കാണാനില്ല. അപ്പോഴോ അതാഹു മലക്കാൻ, 2 മലക്കുകൾ അവന്റെ ചാരത്തേക്ക് വരും. അവന്റെ ജീവിതങ്ങളെയും കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും അവര് ചോദ്യം ചെയ്യാൻ തുടങ്ങും. പക്ഷേ മറുപടി പറയാനുള്ള ഭയമോ? ആലോചിച്ചു നോക്കൂ മുഅ്മിനേ, മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല. പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട പ്രൗഢമായ രൂപമുള്ള മലക്കുകൾ അവന്റെ മുമ്പിലേക്ക് വരുമ്പോ
ഇരുട്ടിന്റെ നടുത്തളത്തിലിരുന്നവനങ്ങ് വിറച്ചു പോകും. ആ വിറയ്ക്കുന്ന നേരമുണ്ടല്ലോ, മലക്കുകളുടെ ചോദ്യം, പറയൂ നിന്റെ റബ്ബാരാണ്, നബി ആരാണ്, മതമേതാണ്, നിന്റെ ഇമാമാരാണ്? എണ്ണി 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 അവര് ചോദിക്കുമ്പോഴോ പറയാനാകാത്തൊരു സമയമാണ്. നല്ല പോലെ തല്ലുന്ന മാഷ് ചോദ്യം ചോദിച്ചാ കുട്ടികൾക്ക് ഭയണ്ട്. എത്ര പഠിച്ചാലും ഉത്തരം അപ്പൊ പുറത്തോട്ട് വരണമെന്നില്ല. വടിയും കൊണ്ടൊരാൾ വന്നിങ്ങനെ തല്ലാൻ നിൽക്കാണ്. പറയൂ, എത്ര കൃത്യമായി പഠിച്ച എസ്സയും നാവിൽ നിന്ന് പുറത്തേക്ക് വരൂല. വലിയ ഒരാള്, കർക്കശനായ ഒരു അധികാരി നോക്കി നിൽക്കാണ്. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോഴോ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനാണ്. ജീവിതത്തിൽ അന്ന് വരെ പരിചയമില്ലാത്ത ഒരിടം, ആ ഇടത്തോ കൂട്ടിനൊരാളുമില്ല, വിളിക്കാൻ ഒരാളുമില്ല. അറിയുന്നതാണ് ചോദിക്കുന്നത്, പക്ഷേ പറയാനാകുന്നില്ല. അതുകൊണ്ടാണ് ഖബറിന്റെ മേലെ നിന്ന് മടങ്ങുമ്പോ മുഅ്മിനേ ഫദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചു കൊടുക്കണേ താഴെയുള്ളയാളിന്, തൽഖീൻ ചൊല്ലി കൊടുക്കണേ താഴത്തുള്ളയാളിന്. അയാളുടെ മുമ്പിൽ അതാ മലക്കുകൾ വരാനുണ്ട്. പറയാനുള്ള ഉത്തരമൊന്ന് ഓർമ്മിപ്പിക്കണം. അത് ഉപകാരം ചെയ്യും. ആർക്കാണ്? മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് ഖുർആൻ. ഫദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളി ഖബർസ്ഥാനുകളുടെ മേലെ നമ്മൾ തൽഖീൻ ചൊല്ലി കൊടുക്കുന്നത്. അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരമാണ്. അവര് വന്ന് ചോദ്യം ചോദിച്ചിങ്ങനെ കിടുങ്ങി വിറക്കുന്നതിൻ്റെ ഇടയില് മുഅ്മിനീങ്ങളെ അറിയുമോ? അവരുടെ ചോദ്യം അവസാനിക്കുന്ന നേരത്തൊരു കാര്യം അവരതിനോട് ചേർത്ത് വെക്കും. മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ. അതാ ഖബറിലേക്ക് ഒരാളെ കാണിക്കുകയാണ്. ചില ഇമാമുമാർ പറഞ്ഞു ഖബറിലേക്ക് ഒരാളെ കൊണ്ടുവരികയാണ്, ഒരു രൂപം കാണിച്ചു തരുകയാണ്. മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ. ആരാണിതെന്ന് ചോദിച്ചിട്ട് മലക്കുകൾ ആരാണിതെന്ന് ചോദിച്ചിട്ട് നമ്മളോട് അഭിപ്രായം ചോദിക്കാണ്. ആരാണെന്ന് പറയുമോ? ഈ രൂപം തിരിച്ചറിയാനാകുമോ? ഇതാരാണെന്ന് നിനക്കറിയുമോ? ഒരാളിൻ്റെയും മുഖമിനി കാണുകയില്ലെന്നുറപ്പിച്ച ഖബറില് അതാ മനുഷ്യന്റെ മുഖം കാണുന്ന സന്ദർഭമാണ്. ഒരു മനുഷ്യ മുഖം കാണുന്ന നേരത്തോ ഖബറാളികളിലെ വിശ്വാസികൾ പറയുമത്രേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചവര്, അതിന്റെ കൂടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കൂട്ടിച്ചേർത്തവര്, മുഅ്മിനീങ്ങൾ ഖബറിലങ്ങ് പറയുമത്രേ. ആ വിറങ്ങലിക്കുന്ന നേരത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മലക്കുകളെ, ആ നേതാവിനെ ഞാൻ വിശ്വസിച്ചതാണ്, അതെന്റെ റസൂലാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ചിലര് പറയുമത്രേ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോരുത്തരും അവരവരുടെ ഖബറിൽ അനുഭവിക്കാനുള്ള അനുഭവമല്ലേ. അതെന്റെ നേതാവാണ്, അതെന്റെ നേതാവാണ്, അതെന്റെ നേതാവാണ്. ഞാനാ നബിയെ പിൻപറ്റിയ ആൾ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, 6 അടി മണ്ണിന്റെ ആഴിയിൽ നമ്മൾ ആ മുഖം കാണുന്ന നേരത്ത്, ആരോരുമില്ലാത്ത ഖബറിൽ ആ മുഖം കാണുന്ന നേരത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഖൽബിനുണ്ടാകുന്ന ആനന്ദം എത്രയാണ്. ഹത്താ യറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ബുശ്റാ വഹിയ ബുശ്റാ വഹിയ ബുശ്റാ. ആനന്ദമേ ആനന്ദമേ ആനന്ദമേ. 6 അടി മണ്ണിന്റെ താഴെയും ഉമ്മത്താകുന്ന എന്നെ അന്വേഷിച്ചു വരുന്ന ആനന്ദമേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ആരോരുമില്ല, വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, മക്കളില്ലാത്ത ഒരു മനുഷ്യന്റെയും മുഖം കാണാൻ കഴിയാത്ത ഖബറിലും ഞാനാകുന്ന ഉമ്മത്തിന്റെ സ്വാന്തനമായി വരുന്ന മുഖമേ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഹിയ ബുശ്റാ വഹിയ ബുശ്റാ. ആഹ്ലാദമേ, 6 അടി മണ്ണിന്റെ താഴത്തും എന്നെ അന്വേഷിച്ചു വരുന്ന കാരുണ്യത്തിന്റെ കൂടെ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വഹിയ ബുശ്റാ അദീമത്തുൽ ലിൽ മുഅ്മിനീൻ.